അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ വലിയ നേതാവായ ആലിക്കുട്ടി ഉസ്താദ് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ജനാദ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നതായി കണ്ടു. ജനാസ നമസ്കാരത്തിന് ഉസ്താദ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്നു. അല്ലാഹു അക്ബർ. അത് കണ്ടപ്പോൾ സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ നിലപാടുകളൊക്കെ മാറിയോ എന്നുള്ള ഒരു സംശയം. സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ അണികളോട് ചില കാര്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നി. കാരണമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇ.കെ. വിഭാഗം നടത്തിയ ഒരു മുഖാമുഖത്തിൽ ഒരു മുസ്ലിയാർ കുട്ടി മുഖാമുഖത്തിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന രംഗമുണ്ട്. അതായത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ എന്ന്. അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയുണ്ട്. ആ രംഗമൊന്ന് നമുക്ക് കാണാം. ഹുസൈൻ ചേരാമ്പ്ര, എന്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദതിരികാശമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. ഇവിടെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും പകരബാപ്പൂട്ടി മുസ്ലിയാരും ഒക്കെ കളവ് പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ എന്ന ചോദ്യമാണ്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. അവരുടെ മദ്ഹബ് അനുസരിച്ച് തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പാടില്ല എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ഇന്നും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണോ കളവ് പറയുന്ന ആളാണ്, കാദിബാണ് എന്നുള്ള വാദം ഉന്നയിക്കുന്നത്, ആ വാദങ്ങളൊക്കെ ഇന്നും നിലനിൽക്കവേ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ എന്തടിസ്ഥാനത്തിലാണ് ആലിക്കുട്ടി ഉസ്താദിന്റെ ജനാദ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്? നിങ്ങൾ പറഞ്ഞു വെച്ച നിങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ? എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ജനാദ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ നിങ്ങൾ നിർത്തിയത്? നിങ്ങൾ ഈ കാലമത്രയും ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നില്ലേ ചെയ്തത്? നിങ്ങൾ ഇവിടെ കാട്ടിയത് കാപട്യമല്ലേ? നിങ്ങൾ മുടിയുടെ പേരിൽ കാന്തപുരത്തെയും അനുയായികളെയും കൊത്തിവലിച്ചതിന്റെ നിരവധി രേഖകൾ എന്റെ കയ്യിൽ തന്നെയുണ്ട്. അതുപോലെ കാന്തപുരത്തെ കുറിച്ച് നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞത് അദ്ദേഹം ജൂതചാരനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഇതിനു മാത്രം ക്രൂരമായി കാന്തപുരത്തെ സ്റ്റേജിലൂടെയും പേജിലൂടെയും കൊത്തിവലിച്ചത് പിന്നെ എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് പരസ്പരം തല്ലുകൂടിയത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സംഘടന ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലി നിരവധി ജീവനുകൾ നഷ്ടപ്പെടുത്തിയത്? എന്തിന് നിങ്ങളുടെ അനുയായികളെ നിങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കണം? നിങ്ങൾ പലയിടത്തും സാഹചര്യത്തിനനുസരിച്ച് പല നിലപാടുകളാണ് പല കാലങ്ങളായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഷംസുലുലമയെ കുറിച്ച്, നിങ്ങളുടെ നാട്ടികവി മൂസ മുസ്ലിയാരെ കുറിച്ച് എ.പി. വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് പറഞ്ഞു വെച്ചതിന് ഇന്നും നിങ്ങൾ മാപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ഡോക്യുമെന്ററി പോലും സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഈ കബളിപ്പിക്കൽ വീണ്ടും വീണ്ടും തുടരുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന അണികളെ ഭിന്നിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ള ഞങ്ങളുടെ അധികാരം അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ എന്നും നിലനിൽക്കണം എന്നുള്ള ചിന്തയിൽ നിന്നാണോ? മുസ്ലിയാക്കന്മാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന് മുസ്ലിയാക്കന്മാരുടെ സംസാരങ്ങളും രേഖകളും തന്നെ ധാരാളമാണ്.